ഉത്തരവാദിത്വത്തോടെ അവർ ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവരെ പറ്റി ഇവർ പറയുന്നത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ ഈ രണ്ട് കാര്യങ്ങൾ അടിസ്ഥാനപരമായി അംഗീകരിച്ചാലേ ഈ കാലഘട്ടത്തിലും ഒരുത്തരെ ജൂതനാകാൻ പറ്റുള്ളൂ. ഇത് തന്നെയാണ് ഇറാനിയൻ ജൂതന്റെയും ചരിത്രം. ഇറാനിയൻ ജൂതന്റെ ചരിത്രം രണ്ട് സംഗതികളാണ്. ഒന്ന്, ജിബ്രീൽ വാക്ക് പാലിക്കാത്ത കള്ളനാണ് എന്ന് പറയണം. അഷ്റഫുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അലി റളിയല്ലാഹു അൻഹുവിന് വഹ്യ് കൊടുക്കാനായിരുന്നു ജിബ്രീലിനെ ഏൽപ്പിച്ചത്. അത് തെറ്റി മുഹമ്മദ് മുസ്തഫാക്ക് കൊടുത്തു. മുഹമ്മദ് അല്ല നബിയാവേണ്ടത്, അലിയാണ് നബിയാവേണ്ടത്. അത് അബദ്ധത്തിൽ അല്ലെങ്കിൽ മനഃപൂർവ്വം ചതിച്ചതാണ് ജിബ്രീൽ എന്നാണ് ഷീഈ നേതൃത്വത്തിന്റെ, ഇപ്പോൾ ഇറാനിൽ നിലനിൽക്കുന്ന നേതൃത്വത്തിന്റെ വിശ്വാസ പ്രമാണം. അടിസ്ഥാനപരമായി അതാണ്. അത് 1979 ഷീഈ വിപ്ലവം വിജയിച്ചു, ഇസ്ലാമിനെ കൊന്നു കുഴിച്ചുമൂടി ഷീഈ വിപ്ലവം ജയിക്കുകയും അവർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ അന്നത്തെ ഭരണാധികാരിയായ ഖുമൈനി വളരെ കൃത്യമായി പ്രസ്താവിച്ചിട്ടുണ്ട്, ഇന്ന് ഈ കാണുന്ന ദീനിനെ ഇല്ലാതാക്കുകയും അലിയുടെ നേതൃത്വത്തിലുള്ള ദീനിനെ കൊണ്ടുവരികയും ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അവരെന്താ ചെയ്തത്? മറ്റവർ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണ് വേശ്യയാക്കിയതെങ്കിൽ ഒരു ഷീയാകണമെങ്കിൽ ആയിഷ ബീബി വേശ്യയാണ്, സാനിയത്താണ് എന്ന് സമ്മതിക്കണം. ഇന്നും അവർ ഇവരെ മെമ്പറുകളിൽ വെച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറയുമ്പോൾ അവരങ്ങനെ തന്നെയാണ് പറയുക. സലഫികൾ അവർ വിളിക്കല് അബ്നാ ഉസ്സാനിയ എന്നാണ്. സലഫികളെ അവർ അഭിസംബോധനം ചെയ്യൽ, ഇറാനിയൻ ജൂതന്മാര് സലഫികളെ അഭിസംബോധനം ചെയ്യുന്നത് അബ്നാ ഉസ്സാനിയ, വേശ്യപ്പെണ്ണിന്റെ മക്കള് എന്നാണ്. എന്ന് വെച്ചാൽ ആയിഷ ബീബിന്റെ മക്കൾ. അല്ലാഹു അഊദു ബില്ലാഹി മഅദല്ലാഹ്. തീർച്ചയായിട്ടും ഇറാൻ തകരേണ്ടതാണ്. അവിടുത്തെ മെമ്പറുകൾ ബാക്കി ഉണ്ടാകാൻ പാടില്ല. അവിടുത്തെ മെമ്പറുകളിലുള്ള ഖുത്ബയിൽ അബൂബക്കർ സിദ്ദീഖിനെ കാഫറാക്കുന്ന ഖത്തീബുമാർ പ്രസംഗിക്കാൻ ഇനി അവസരം ഉണ്ടാകാൻ പാടില്ല. ആയിഷത്തു സിദ്ദീഖായ വേശ്യയാക്കുന്ന മെമ്പറുകൾ ഇനി ഉണ്ടാകാൻ പാടില്ല. രാഷ്ട്രീയമായിട്ട് നിങ്ങൾ എന്താണ് അതേതുപോലെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട മതേതരത്വ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ അവൻ്റെ ദീനിനെ ബാധിക്കാത്ത രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ പറയാറുണ്ട്. രാഷ്ട്രീയ രംഗമെല്ലാം നാം സംസാരിക്കുന്നത് അതിൻ്റെ ആദർശ രംഗമാണ്. ആയുധവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളെ പറ്റിയല്ല നാം സംസാരിക്കുന്നത്, ആദർശവും ആയുധവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ്. വളരെ കൃത്യമായി ഈ തിരിച്ചറിവില്ലായ്മ നമുക്ക് വലിയൊരു രോഗമാണ്. ആയിരിക്കും നമുക്ക് എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ, ഇച്ചിരിയൊക്കെ തൗഹീദും സുന്നത്തൊക്കെ അറിയുന്ന നമുക്ക്. ഷിയാക്കളെ കാര്യം വിട്. ഷിയാക്കൾ അവർ ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവരാണ്. അതേപോലെ തന്നെ ഖാദിയാനികൾ നുബുവത്ത് കൊണ്ട് മുഹമ്മദി റിസാലത്തിനെ ബാത്തിലാക്കിയവരാണ്. രണ്ട് വിഷയത്തിനും ഒരു കാഫിറുകളാണ്. അവരെ പറ്റി ചർച്ചയില്ല. ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്